ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു 3 മണി നേരം നമ്മൾ ഷോപ്പിൽ പണികൾ നല്ല ധൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അറിയാലോ, നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ് കട തുറക്കാറുള്ളത്. അപ്പോൾ ഒരു 3 മണി പറയുമ്പോൾ നല്ല പണിയുള്ള സമയം. ആ നേരത്തെ എൻ്റെ ഫോണിലൊരു കോൾ വന്ന്, അറിയാത്ത നമ്പറാണ്, അതായത് ഞാൻ സേവ് ചെയ്യാത്തൊരു നമ്പറാണ്. ഓക്കെ, കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അപ്പുറത്തുനിന്ന് പറയുന്നത് തിരൂർ ബസ് സ്റ്റാൻഡിലേക്ക് ഇന്ന സമയത്ത് ഇന്ന ബസ്സിൽ ഒരു സംഭവം കൊടുത്തയക്കുന്നുണ്ട്, അത് നിർബന്ധമായിട്ടും പോയിട്ട് കൈപ്പറ്റണമെന്ന്. അത് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ ആ നമ്പറിലേക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു നോക്കിയ സമയത്ത് ഫോൺ എടുക്കണില്ല. അപ്പോൾ എനിക്കാകെ ടെൻഷനായി. ആരാപ്പോൾ ഇതെന്താ പറയുന്നത്, എന്താ കൊടുത്തയക്കെന്ന് പറഞ്ഞത്? എനിക്ക് പോയി വാങ്ങേണ്ട കാര്യമില്ല, പക്ഷെ എൻ്റെ അഡ്രസ്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊതിയിൽ എന്തെങ്കിലും കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡ്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പല സാധനങ്ങളൊക്കെ കൊടുത്ത് നമ്മളെ പേരിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണല്ലേ. അപ്പോൾ എന്തായാലും വേണ്ടിയില്ല പോയി വെക്കാന്ന് കയറിയിട്ട് പോയി ആ ബസ് കണ്ടുപിടിച്ചു. ഇതാണ് ഒരു പറഞ്ഞിട്ടുള്ള ആ ഒരു സാധനം, ആ ഒരു പൊതി ഇതാണ്. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. ഫ്രം അഡ്രസ്സോ ടു അഡ്രസ്സോ ഒന്നും ഇതിൽ കാണാനില്ല. എന്തായാലും പൊളിച്ചു വെക്കാല്ലേ, നല്ല പോയിന്റ് ആവോ. നല്ല രീതിയിൽ ഒട്ടിച്ചൊക്കെ വെച്ചിരിക്കണം കേട്ടോ. ജിയോ മാർട്ടാ. ഓ, ഫോണാണ്. അല്ല, റബ്ബറൊക്കെ ഇട്ട് വെച്ചുള്ള ഫോണ് കൊള്ളാല്ലേ. അച്ചോ, ഇത് തരാനേന്നോ? 4% ചാർജാണ് കാരണം അതിലുള്ളത്. ഇതിന് ഈ നാളെ വിളിച്ചറിയുന്നത് ഉമ്മാരത്തെ സർപ്രൈസൊക്കെ. അല്ല, ഞാൻ വല്ല എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ വിചാരിച്ച് പേടിച്ചതിലൊന്നും ഒരു അർത്ഥമില്ല, അത് മനസ്സിലായി. അല്ല, ആരായിരുന്നാലും കൊടുത്തയച്ചുള്ള മനുഷ്യന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഷേ, എന്തെന്നപ്പോൾ പറയുക, ഒരു ഐഡിയ ഇല്ല. ഏതാണ്? സാംസങ് ഫോണാണ്. സീരീസ് ഏതാണെന്ന് അറിയില്ല. ഇപ്പോൾ സീരീസ് ഏതാണെന്ന് ഇപ്പോൾ നമ്മൾ അറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്നാലും ആരായിരിക്കും അല്ലേ? റബ്ബറൊക്കെ ഇട്ടിട്ട് കളർഫുൾ ആക്കിയിട്ടുണ്ട്. അതെന്തിനാന്ന് അറിയൂടാ. മൊത്തത്തിലൊന്ന് തറവായിട്ട് ചെക്ക് ചെയ്യണം. ഇനിയിപ്പോൾ ഇതിൽ വല്ല ഈ പറഞ്ഞ പോലെ ഹാക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കുത്തി കയറ്റിക്കണമെന്നൊന്നും അറിയില്ല. പക്ഷേ ഉണ്ടാവോ? ചെക്ക് ചെയ്യണം എന്തായാലും അല്ലേ. നോക്കൊന്നുമില്ല കേട്ടോ. റബ്ബറൊക്കെ ഇട്ടതിൻ്റെ കാരണം എന്താണെന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെ പേടിപ്പിച്ചുകൊണ്ടൊക്കെ സമ്മാനം തന്നാൽ എന്താ ചെയ്യുക നമ്മൾ, എന്തെന്നാ പറയുക. എന്തായാലും വേണ്ടിയില്ല, തന്ന ആൾക്ക് ഒരുപാട് താങ്ക് യു, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. അപ്പോൾ പേടിച്ചതൊക്കെ വെറുതെ ആയിപ്പോയില്ലേ. നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ നമ്മൾ വെറുതെ ഉള്ളിൽ എന്താണെന്ന് അറിയാണ്ട് നമ്മൾ വിലയിരുത്താൻ പാടില്ല എന്നൊക്കെ പറയുന്നത് സംഭവം സത്യമെന്ന് ഇപ്പം ബോധ്യമായി. നിങ്ങൾക്കും ബോധ്യമായില്ലേ? ഒന്ന് മൊത്തത്തിൽ ചെക്ക് ചെയ്യട്ടെ, എന്നിട്ട് നോക്കിയിട്ട് സിമ്മും കാര്യങ്ങളൊക്കെ ഇടട്ടെ. നോക്കി വെക്കാം, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഫോണല്ലേ എന്തായാലും. ജസ്റ്റ് ഒരു ഫ്ലാറ്റായിട്ടൊരു ഫോൺ, അത്രയേ ഉള്ളൂ. എന്തത് ലോക്കർക്കകത്ത് അത്രയേ ഉള്ളൂ. വേറെ കോണ്ടാക്ട്സ് ഉണ്ട് ആ പ്രൊഫൈലിന് ഫോണ് ഒന്നുമില്ല, കാലിയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കിപ്പോൾ എൻ്റെ വായത്തെ വെള്ളമൊക്കെ പറ്റിപ്പോയി. എന്തെന്നാ പറയേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ. എന്തായിരുന്നാലും നമുക്ക് ഇങ്ങനെയുള്ള സർപ്രൈസ് സമ്മാനങ്ങളൊക്കെ കിട്ടുന്ന സമയം സന്തോഷം തന്നെയാണ്. പക്ഷേ സർപ്രൈസ് എന്ന് പറയുമ്പോൾ പൊതിയിലൊക്കെ എന്തൊക്കെയാണ് ആൾക്കാർ കൊടുത്തേക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതൊരു താങ്ക് യു. എന്തായിരുന്നാലും സീ ബൈ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം.